ആറ്റിങ്ങലിൽ ബി ജോയ് മുന്നിട്ട് നിൽക്കുന്നു. ഇതെന്തൊരു മത്സരമാണ്, ഇതെന്തൊരു മത്സരമാണ്, എന്തൊരു കാഴ്ചയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടത്തിയ ആറ്റിങ്ങൽ കലാപം ഇത്തവണ ആറ്റിങ്ങലിൽ മറ്റൊരു കലാപം 2023-24 മറ്റൊരു കലാപം 1721 ആദ്യ കലാപമെങ്കിൽ ഒരിക്കൽ കൂടി ആറ്റിങ്ങൽ കലാപം. തെക്കൻ കേരളത്തിൽ ആറ്റിങ്ങൽ ഹരി എനിക്കറിയാനുള്ളത് ആറ്റിങ്ങലിൽ 502. ഇനി എണ്ണാനുള്ളത് ആരുടെ ശക്തി കേന്ദ്രങ്ങളാണ്? ആറ്റിങ്ങലിൽ ആര് ജയിക്കും? ആറ്റിങ്ങൽ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് കടക്കുകയാണ്. അടൂർ പ്രകാശ് ഇത്രയും നേരം ലീഡ് ചെയ്ത് നിന്ന ശേഷം അത് നേരിയ വ്യത്യാസത്തിലാണെങ്കിൽ പോലും ഇപ്പോൾ വി ജോയ് ആറ്റിങ്ങലിൽ ലീഡ് ചെയ്യുകയാണ്. 2,35,319 വോട്ടാണ് ഇപ്പോൾ വി ജോയ്ക്കുള്ളത്. 1,292 ലീഡ് വി ജോയി ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നു. അടൂർ പ്രകാശ് 2,34,027 വോട്ടുകളുമായി പിന്നാലെ തന്നെയുണ്ട്. വി മുരളീധരൻ ആകട്ടെ 2,25,168 വോട്ടുകളാണ് ഇതുവരെ നേടിയിട്ടുള്ളത്. നോക്കൂ, ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത്, കോൺഗ്രസ് 3 അക്കം കടന്നിരിക്കുന്നു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിപ്പുറത്ത് അവസാനമായി 2009 കോൺഗ്രസ് 206 സീറ്റ് നേടിയതിനു ശേഷം 3 അക്കത്തിലേക്ക് എത്തുന്നത് ഇപ്പോഴത്തെ ലീഡ് നില അനുസരിച്ച്. നോക്കൂ, 100 സീറ്റുകൾ ഒരിടത്ത് കോൺഗ്രസ് ജയിച്ചു, 99 കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. 100 സീറ്റുകളിൽ കോൺഗ്രസ് സെഞ്ചുറി അടിച്ചിരിക്കുന്നു. കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ കീഴിൽ ആദ്യമായി 3 അക്കം കണ്ടിരിക്കുന്നു. രാഹുലിന്റെ കന്നി സെഞ്ചുറി ഡെബ്യൂ കഴിഞ്ഞിട്ട് കാലം കുറച്ചായെങ്കിലും പലപ്പോഴും ബാറ്റ് ചെയ്തിട്ട് ഒരു കന്നി സെഞ്ചുറിയിലേക്ക് അയോധ്യയുള്ള ഫൈസാബാദിൽ സമാജ്വാദി പാർട്ടിയുടെ അവധേഷ് സിംഗ് ലീഡ് ചെയ്യുന്നത് 12,980 വോട്ടുകൾക്കാണ്. 12,980 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അദ്ദേഹം നേടിയിരിക്കുന്നത് 2,71,965. ഫൈസാബാദിൽ, ഉത്തർപ്രദേശിൽ, അയോധ്യ നിലനിൽക്കുന്ന ഫൈസാബാദിൽ സമാജ്വാദി പാർട്ടി ലീഡ് ചെയ്യുന്നു. അയോധ്യയെ തകർക്കാം ഇവർ അധികാരത്തിൽ വന്നാലെന്നാണ് നരേന്ദ്രമോദി പ്രധാനമായും പ്രസംഗത്തിലൊക്കെ പരാമർശിച്ചു പോയത്. എന്നിട്ട് അയോധ്യയിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ, അയോധ്യയിൽ ഇനി SP വിജയിക്കുന്ന ഒരു മാർഗത്തിലേക്ക് അവസാനം എത്തുകയാണെങ്കിൽ എന്തൊരു വലിയ രാഷ്ട്രീയ കൗതുകമായി അത് മാറുകയാണ്. തമിഴ്നാട് 39 പ്ലസ് പുതുച്ചേരി 40 39 ഇന്ത്യ മുന്നണിക്കാണ്. അണ്ണാ DMKക്ക് ഒരു സീറ്റ് പോലുമില്ല. ആകെ NDA മുന്നണിയിൽ, അതും PMKയുടെ സീറ്റാണ്. അങ്ങനെ ആകെ ഒരൊറ്റ സീറ്റാണ് NDA തമിഴ്നാട്ടിൽ ആകെ കിട്ടിയത്, കേരളത്തിൽ ഒന്നും. അപ്പൊ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കൂടി 2 സീറ്റുകൾ. ആറ്റിങ്ങലിൽ അല്പം കൂടി സ്ഥിതി മെച്ചപ്പെടുത്തിയോ ബി ജോയി? 1292 എന്ന് കാണുന്നുണ്ടല്ലോ. 1292 അല്പം കൂടെ 2ാം സീറ്റ് കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തി എന്ന് പറയാം.